മാതാവിൻ്റെ പ്രത്യേക വിശേഷമുള്ള ദിവസങ്ങളിലാണ് ഓരോ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മാതാവിനെ പിടിക്കാൻ കിട്ടും, മുല്ലപ്പൂവിൻ്റെ മണം കിട്ടാറുണ്ട്. പിന്നെ എപ്പോഴും എൻ്റെ കൂടെ മാതാവ് സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടാകാറുണ്ട്. അപ്പുറം വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു, ഇപ്പുറം വണ്ടി നിർത്തിയിരിക്കുന്നു, ഞാൻ നടുക്കൂടെ വട്ടം കറങ്ങുകയാണ്. ഒറ്റ മിനിറ്റ് എൻ്റെ കയ്യിൽ നിന്ന് ബ്രേക്ക് പോയി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പെട്ടെന്ന് എൻ്റെ അമ്മയെ, എൻ്റെ മാതാവേ എന്ന് വിളിച്ച് പെട്ടെന്ന് എൻ്റെ കയ്യിലേക്ക് ബ്രേക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ അന്ന് രക്ഷപ്പെട്ടത്. ഒരു ക്യാൻസർ പേഷ്യൻറ്റും ഒരു മോനുണ്ടായിരുന്നു. അവന് ഇങ്ങനെ ICUലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മാതാവിൻ്റെ കാശുരൂപവും ജപമാലയും എല്ലാം കയ്യിൽ പിടിച്ചിട്ടാണ് അവൻ മരിച്ചത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ മരിക്കുന്നത്. ഒരു പേടിയോ ഭയോ ഒന്നും അവർക്കില്ല. എൻ്റെ പേര് ത്രേസ്യക്കുട്ടി. ഞാൻ കണിയാരം കത്തീഡ്രൽ ദേവാലയ ഇടവക്കാരിയാണ്. എനിക്ക് 2 മക്കളും ആണുള്ളത്. മൂത്ത മകൻ ക്രിസ്റ്റോ, ഇളയ മകൻ കിരൺ. ക്രിസ്റ്റോ വിവാഹം കഴിച്ചു. ഭാര്യയുടെ പേര് ആനി. എൻ്റെ ഭർത്താവും മരിച്ചുപോയി. എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ 10 മക്കളാണ്. ചെറിയ ചെറിയ മക്കളായപ്പോൾ തന്നെ മരണപ്പെട്ടു പോയ മക്കളെല്ലാം. അമ്മ പ്രാർത്ഥിച്ചു. പള്ളിക്കുന്നമ്മയോടാണ് പ്രാർത്ഥിച്ചത്. അമ്മയോട് എപ്പോഴും അമ്മയ്ക്ക് ഭയങ്കര ഭക്തിയായിരുന്നു. അങ്ങനെ എനിക്കൊരു കുഞ്ഞിനെ തരികയാണെങ്കിൽ ഞാൻ എല്ലാ വർഷവും കൊണ്ടുവന്ന് അടിമ വെച്ചോളാം എന്ന് അമ്മയ്ക്ക് നേർച്ച നേർന്ന് അങ്ങനെ ഉണ്ടായതാണെന്ന് പറയാറുണ്ട്. ഞാൻ എല്ലാ വർഷവും പോയിട്ട് മാതാവിനെ അടിമ വെക്കും. മെഡിക്കൽ കോളേജിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് കിഡ്നിയിൽ പ്രോട്ടീൻ ലീക്കേജ് വന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, അവൾ എന്നെ കൂട്ടിക്കൊണ്ട് കൃപാസനത്തിൽ കൊണ്ടുപോയി. കൃപാസനത്തിൽ കൊണ്ടുപോയപ്പം ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. 2 കിഡ്നിയിൽ സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് പ്രോട്ടീൻ ലീക്കേജ് കംപ്ലീറ്റ് മാറുകയും ചെയ്തു. ഞാനും മോനും കയറി നിന്ന് സാക്ഷ്യം പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും ഒരുങ്ങിപ്പോയി പറഞ്ഞതല്ല. പക്ഷേ അത് ചൊവ്വാഴ്ചത്തെ ആരാധനയിൽ ജോസഫ് അച്ഛൻ പറയുകയും അത് ലോകം മുഴുവനും എല്ലാവരും അറിയുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി പേര് വിളിച്ച് എന്നെ മാതാവിൻ്റെ വളരെ ഭക്തിയായ ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. മാതാവിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ജപമാല ചെല്ലും. പിന്നെ അകണ്ട ജപമാലയ്ക്കൊക്കെ പോകാറുണ്ട്. കൃപാസനത്തിൽ പോയതിന് ശേഷമാണ് എനിക്ക് പരിശുദ്ധ അമ്മയോട് കൂടുതൽ തീക്ഷ്ണമായ ഒരു ഭക്തി വരാൻ തുടങ്ങിയത്. കൂടുതൽ ജപമാല ചെല്ലാനും മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങിയത് കൃപാസനത്തിൽ പോയതിന് ശേഷമാണ്. മോന് കല്യാണം നടക്കാനും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ചെറിയ മോനാണെങ്കിലും ജർമ്മനിയിൽ പോകാനും ഒക്കെ എനിക്ക് കൃപാസനത്തിൽ പോയതിന് ശേഷമാണ്. സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മതിരുനാളിനോട് അനുബന്ധിച്ചാണ് എൻ്റെ മകൻ ജർമ്മനിക്ക് പോയത്. പിന്നെ ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്നാണ് മോൻ്റെ കല്യാണം കഴിഞ്ഞത്. അങ്ങനെ മാതാവിൻ്റെ പ്രത്യേക വിശേഷമുള്ള ദിവസങ്ങളിലാണ് ഓരോ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുള്ളത്. ഞാൻ കൃപാസനത്തിലൊക്കെ പോകുമ്പോൾ അവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിനെയും കൂട്ടിക്കൊണ്ട് വേണം ഈ നിയോഗങ്ങളൊക്കെ എഴുതി നമ്മൾ ഈശോയുടെ സന്നിധാനത്തിലേക്ക് കൊണ്ട് വയ്ക്കാൻ. അപ്പോൾ എനിക്ക് മാതാവിനെ പിടിക്കാൻ കിട്ടും, മുല്ലപ്പൂവിൻ്റെ മണം കിട്ടാറുണ്ട്. പിന്നെ എപ്പോഴും എൻ്റെ കൂടെ മാതാവ് സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടാകാറുണ്ട്. എന്ത് ആവശ്യമുണ്ടെങ്കിലും അമ്മ അത് സാധിച്ചു തരാറുണ്ട്. പിന്നെ ഒരു സ്ഥലം വിൽപ്പന ഉണ്ടായിരുന്നു ഈ അടുത്തിടയ്ക്ക്. അപ്പോൾ അത് സ്ഥലം വിൽക്കുന്നേ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ വഴിയൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ആ സ്ഥലം 10-15 വർഷമായിട്ട് വിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയാണ് അതെല്ലാം എനിക്ക് ഈശോയോട് പറഞ്ഞ് നടത്തി തന്നത്. കുറേ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തെ പ്രതി, അതൊക്കെ വീട്ടി ഇപ്പം ഞാൻ ഒരു കടങ്ങളൊന്നും ഇല്ലാതെ വളരെ സന്തോഷവതിയായിട്ടാണ് ജീവിക്കുന്നത്. മാതാവ് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥയാണ്. ഞങ്ങൾ വാർഡുകളിലൊക്കെ ഈ മാതാവിനെ പറഞ്ഞു കൊടുക്കും. ക്യാൻസർ രോഗികളും ശ്വാസം കിട്ടാത്ത അവസ്ഥകളിലും അതുപോലെ തന്നെ ഹൈ TB ആയിട്ടുള്ള പേഷ്യൻസിലൊക്കെ ഈ മാതാവിനെ പറഞ്ഞു കൊടുക്കാറുണ്ട്.
ഒരു ക്യാൻസർ പേഷ്യൻറ്റും ഒരു മോനുണ്ടായിരുന്നു. അവന് ഇങ്ങനെ ICUലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മാതാവിൻ്റെ കാശുരൂപവും ജപമാലയും എല്ലാം കയ്യിൽ പിടിച്ചിട്ടാണ് അവൻ മരിച്ചത്. അവർ മരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ മരിക്കുന്നത്. ഒരു പേടിയോ ഭയമോ ഒന്നും അവർക്കില്ല. ദേവഗിരിയിലെ ഈ 40 മണി ആരാധന എന്നെ വലിയ പ്രചോദനം ഉൾക്കൊള്ളാനും സാധിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു 40 മണി ആരാധനയിൽ പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പോൾ എൻ്റെ സ്കൂട്ടിയിലേക്ക് പുറകിൽ നിന്ന് ഒരു സ്കൂട്ടി വന്ന് ഇടിക്കുകയും കയ്യിൽ നിന്ന് ബ്രേക്ക് പോയി. അപ്പുറം വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു, ഇപ്പുറം വണ്ടി നിർത്തിയിരിക്കുന്നു. ഞാൻ നടുക്കൂടെ വട്ടം കറങ്ങുകയാണ്. ഒറ്റ മിനിറ്റ് എൻ്റെ കയ്യിൽ നിന്ന് ബ്രേക്ക് പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പെട്ടെന്ന് എൻ്റെ അമ്മയെ, എൻ്റെ മാതാവേ എന്ന് വിളിച്ച് പെട്ടെന്ന് എൻ്റെ കയ്യിലേക്ക് ബ്രേക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ അന്ന് രക്ഷപ്പെട്ടത്. അന്ന് 40 മണി ആരാധന കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അപ്പോൾ എൻ്റെ ഈശോയും മാതാവുമാണ് എന്നെ രക്ഷിച്ചതെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. 40 മണി ആരാധന കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഞാൻ ചെസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഒരു പാമ്പിനെ കണ്ടു. സ്കൂട്ടി ഓടിച്ച് പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ തന്നെ വലിയൊരു സാധനം, ഞാൻ കമ്പാന്നാണ് വിചാരിച്ചത്, പക്ഷേ അതൊരു പാമ്പായിരുന്നു. ആ പാമ്പ് ഇങ്ങനെ എൻ്റെ സൈഡിൽ വന്നിങ്ങനെ മുട്ടിയില്ല എന്നുള്ള രീതിയിലായിപ്പോയി. അതിൻ്റെ മേത്ത് കയറിയായിരുന്നു അടുത്ത വണ്ടിയിൽ കീഴിലേക്ക് ഞാൻ മറിഞ്ഞു വീഴുമായിരുന്നു. അതിൽ നിന്നൊക്കെ പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ രക്ഷിച്ചു. എൻ്റെ മാതാവിൻ്റെ കരം പിടിച്ച് നിത്യതയിലേക്ക് എത്തുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതിനുവേണ്ടി ഞാൻ എങ്ങനെ ഒരുങ്ങണം എന്ന് ഇന്നും ഞാൻ അമ്മേനോട് ചോദിക്കും. വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മേ, യോസേപ്പ് പിതാവേ, സകല മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങളൊക്കെ എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഒരുങ്ങിയോ അതുപോലെ എന്നെ ഒരുക്കണേ എന്ന് ഞാൻ എന്നും പറയാറുണ്ട്. കാർല കെറ്റിസിനോടും അതുപോലെ തന്നെ അജരാമോളോടൊക്കെ മധ്യസ്ഥം ചോദിക്കാറുണ്ട് എല്ലാ ദിവസവും. എൻ്റെ ഏറ്റവും വലിയ മധ്യസ്ഥ എന്ന് പറയുന്നത് എൻ്റെ പരിശുദ്ധ അമ്മയാണ്. അമ്മയോടെ കരം പിടിച്ച് ആണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാം എൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്കാണ് ഞാൻ ചേർത്ത് വെക്കുന്നത്. ഏത് പ്രാർത്ഥനയാണെങ്കിലും ഞാൻ അമ്മയുടെ വിമല ഹൃദയം വഴിയാണ് സമർപ്പിക്കുന്നത്. അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ എനിക്കൊരു ശക്തി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അമ്മയുടെ വിമല ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഞാൻ ലോകം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് വേണ്ടി ഞാനൊന്നും പ്രാർത്ഥിക്കാറില്ല, പക്ഷേ എനിക്കെല്ലാം ഈശോ തരുന്നുണ്ട്. ഒന്നിനും ഒരു കുറവില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എൻ്റെ കടബാധ്യതകളും അതുപോലെ തന്നെ മക്കളെയും എല്ലാം എന്നെ പൊന്നുപോലെ നോക്കി കൊണ്ടുപോകുന്നുണ്ട്. ഭർത്താവ് മരിച്ചിട്ട് ഇന്ന് 10-13 വർഷമായി. പക്ഷെ ഒന്നിനും ഒരു കുറവില്ലാതെ എന്നെ ഉയർത്തി കൊണ്ടുവന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം എനിക്ക് തന്നത് എൻ്റെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. നമുക്ക് വീട്ടിൽ നമ്മുടെ അമ്മയോട് പറയുന്ന പോലെ സ്വർഗത്തിൽ ഒരു അമ്മയുണ്ട്. ആ അമ്മയോട് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഉണ്ടാകുകയും അങ്ങനെ പരിശുദ്ധ അമ്മയോട് കൂടുതൽ പ്രാർത്ഥിക്കാനും ഒക്കെ പോയതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഭൗതിക നേട്ടങ്ങളും അതുപോലെ ആത്മീയപരമായിട്ടും ഒത്തിരി ഉയരാൻ എനിക്ക് സാധിച്ചു. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.